വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് സ്റ്റുഡന്റ് നാസർ ഖാലിദ്. കേട്ടഡ് LPUP എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ ക്ലാസ്സും കൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്ന എക്സാമിനേഷന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ശീലിച്ച ഒരു കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയ എന്തെന്ന് വിളിക്കുന്നു? A child who have experienced the working of toy cars with wheels will try to move other toys having wheels. That is, try to understand new situations based on existing knowledge. This process is known as ഉത്തരം സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്നാണ്. അപ്പോൾ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിറ്റിസവുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വൈജ്ഞാനികവാദം അല്ലെങ്കിൽ വൈജ്ഞാനികവാദമായി ബന്ധപ്പെട്ട വ്യക്തിത്വത്തെ മനസ്സിലാക്കാം. അപ്പോൾ വൈജ്ഞാനികവാദം എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന ഒരു ആശയമാണ് വൈജ്ഞാനികവാദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് ജീൻ പിയാഷെ. അപ്പം വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ്. ഈ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരും ബന്ധപ്പെട്ടതാണ്? ലോക പ്രശസ്തനായ തത്വചിന്തകനും മനഃശാസ്ത്രമായ ജീൻ പിയാഷും ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ സിദ്ധാന്തത്തെ ജനിതക ജ്ഞാന നിർമ്മിതിവാദം ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നും കൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്തെന്നും അറിയപ്പെടുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ എന്താണ് ജനിതക ജ്ഞാന നിർമ്മിതിവാദം കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന് മറ്റൊരു വിശേഷണമാണ്. അപ്പൊ ജനിതക ജ്ഞാന നിർമ്മിതിവാദം ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം തന്നെയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇവിടെ എന്തിനാണ് ഈ പ്രാധാന്യം കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ സിദ്ധാന്ത പ്രകാരം അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ജീൻ പിയാഷെ അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണ്? പഠിതാവിന്റെ വികസന നിലവാരത്തിന് അനുയോജ്യമായ പ്രശ്ന സന്ദർഭം സൃഷ്ടിക്കുന്നു. ആ ഒരു സന്ദർഭം സൃഷ്ടിച്ച് അതിൽ പഠിതാവിൽ വെല്ലുവിളി ഉയർത്തുന്നു. അങ്ങനെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് മനോവ്യാപാരത്തിനുള്ള അഭിപ്രേരണ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരം ഒരു കാര്യമാണ് അവിടെ നടത്തുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് പഠിതാവിന്റെ വികസന നിലവാരത്തിന് അനുയോജ്യമായൊരു പ്രശ്ന സന്ദർഭം സൃഷ്ടിക്കുന്നു. അതിൽ പഠിതാവിന് അതൊരു വെല്ലുവിളിയായി തീരുകയും അതിന്റെ ഭാഗമായിട്ട് അസന്തുലിതാവസ്ഥ അവിടെ ഉണ്ടാകുകയും അതിന് നേരിടുന്ന വേണ്ടിയുള്ള മനോവ്യാപാരത്തിന് അഭിപ്രേരണ നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഈ പറയുന്ന വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിൽ അദ്ദേഹം പരാമർശിക്കും. അപ്പൊ അദ്ദേഹം ഈ ഒരു സിദ്ധാന്ത പ്രകാരം അദ്ദേഹം പറയുന്നത് വൈജ്ഞാനിക ഘടന അത് നിലനിൽക്കുന്നത് അനേകം ആശയങ്ങൾ ചേർന്നാണ്. അതിലെ ആശയങ്ങൾ എന്ന് പറയുന്നത് സ്കീമ, അതുപോലെ തന്നെ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയപ്പെടുന്നു. പിന്നെ അധിനിവേശം അല്ലെങ്കിൽ അക്കോമഡേഷൻ, ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് വൈജ്ഞാനിക ഘടന നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടന എന്ന് പറയുന്നത് അനേകം ആശയങ്ങൾ ചേർന്ന് നിലനിൽക്കുന്നത്. ആശയങ്ങൾ ഏതൊക്കെയാണ്? സ്കീമ ഒന്ന്, രണ്ടെന്ന് പറയുന്നത് സ്വാംശീകരണം അസിമിലേഷൻ, മൂന്നെന്ന് പറയുന്നത് അധിനിവേശം അല്ലെങ്കിൽ അക്കോമഡേഷൻ. അപ്പൊ ഇത് നമുക്ക് ഓരോന്നിനെ കുറിച്ചും വളരെ ചുരുക്കമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോ. അപ്പൊ ആദ്യം സ്കീമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും അടിസ്ഥാനമായ ഏകകം എന്നറിയപ്പെടുന്നതാണ് സ്കീമ. സ്കീമ എന്ന് പറയുന്നത് എന്താണ്? വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്നറിയപ്പെടുന്നതാണ് സ്കീമ. ഒരു ജീവി ഉൾക്കൊള്ളുന്ന അനുഭവങ്ങളാണ് സ്കീമ എന്ന് പറഞ്ഞ് ഇവിടെ പ്രതിനിധീകരിച്ചത്. സ്കീമ എന്ന് പറയുന്ന ഒരു ജീവി ഉൾക്കൊണ്ട അനുഭവങ്ങളെയാണ് സ്കീമ എന്ന് അദ്ദേഹം ഇവിടെ പരാമർശിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ ആണ്. എന്താണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്? വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിതമായ സ്കീമയെ ബന്ധപ്പെടുത്തി, വൈജ്ഞാനിക ഘടനയിൽ ഒരു പരിചിതമായ സ്കീമയുണ്ട്. ആ പരിചിതമായ സ്കീമയെ ബന്ധപ്പെടുത്തി അപരിചിതമായ സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഈ അസിമിലേഷൻ അല്ലെങ്കിൽ അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്നത്. അതായത് ഇവിടെ
വൈജ്ഞാനിക ഘടനയിൽ ഒരു പരിചിതമായ സ്കീമയുണ്ട്. ഈ സ്കീമയെ ബന്ധപ്പെടുത്തി അപരിചിതമായ ഒരു സ്കീമയെ ഒരു പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് അർത്ഥമാക്കുന്നത്. ഇവിടെ ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ശീലിച്ച കുട്ടി എന്ന് പറയുന്ന ആ കുട്ടിയുടെ സ്കീം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയിൽ എന്ത് അറിവാണുള്ളത്? ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ശീലിച്ചൊരു ശീലമുണ്ട് ആ കുട്ടി. ആ ഒരു ശീലമുള്ളതിനാൽ കുട്ടി എന്താണ് ആ ഒരു കുട്ടിയിലുള്ള ആ ഒരു സ്കീം അത് ഉപയോഗിച്ചത് മറ്റു തരം കളിപ്പാട്ടങ്ങൾ അതേ രീതിയിൽ ചലിപ്പിക്കാൻ ശ്രമിക്കും. ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങൾ, അപ്പോൾ അതേ ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങൾ അതേ രീതിയിൽ ചലിപ്പിക്കാൻ കുട്ടിക്ക് സാധിക്കും. അപ്പൊ നിലവിലുള്ള അറിവ് വെച്ചുകൊണ്ട് പുതിയൊരു സാഹചര്യത്തിൽ ആ അറിവിനോട് യോജിപ്പിക്കൊണ്ട് ആ ഒരു സാഹചര്യമേ പൊരുത്തപ്പെട്ടു പോകും. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിലുള്ള പരിചയമുള്ള സ്കീമ ഉപയോഗപ്പെടുത്തി പരിചിതമില്ലാത്ത ഒരു സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന രീതിയാണ് അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇവിടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ട വണ്ടികൾ, ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ടുകൾ തള്ളി ശീലിച്ചൊരു കുട്ടി അത്തരത്തിൽ ചക്രങ്ങളുള്ള വണ്ടിയെ അതേ രീതിയിൽ ചലിപ്പിക്കുന്നു എന്നുള്ളത് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് ആ കുട്ടി പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രക്രിയ എന്ത് വിളിക്കുന്നു? അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അധിനിവേശം. മൂന്നാമത്തെ വൈജ്ഞാനിക ഘടനയിൽ ഉൾപ്പെടുന്ന ആശയം എന്ന് പറയുന്നത് അധിനിവേശം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്നാണ്. അതായത് ഇപ്പം സ്വാംശീകരിച്ചപ്പെട്ട സ്വാംശീകരിച്ച സ്കീമയ്ക്ക് വൈജ്ഞാനിക ഘടനയിൽ ഒരു നിശ്ചിത സ്ഥാനം കണ്ടെത്തുന്നു. ആ ഒരു പ്രക്രിയയാണ് എന്താ അറിയപ്പെടുന്നത്? അക്കോമഡേഷൻ അല്ലെങ്കിൽ അധിനിവേശം എന്ന് അറിയപ്പെടുന്നത്. അക്കോമഡേഷൻ, അധിനിവേശം അല്ലെങ്കിൽ സംയോജനം എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? അക്കോമഡേഷൻ. അത് ഇപ്പം അപരിചിതമായ ഒരു സ്കീം പരിചിതമായി തീരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിൽ സ്വാംശീകരിക്കപ്പെട്ട സ്കീമയ്ക്ക് വൈജ്ഞാനിക ഘടനയിൽ ഒരു സ്ഥാനം കണ്ടെത്തുന്ന ആ ഒരു പ്രക്രിയയാണ് സംയോജനം, അധിനിവേശനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഈ പറയുന്ന വൈജ്ഞാനിക ഘടനയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ അപരിചിതമായ സ്കീമെ സ്വാംശീകരിക്കുന്നു, അതുപോലെ തന്നെ സംയോജിക്കുന്നു അല്ലെങ്കിൽ അധിനിവേശം ചെയ്യുന്നു. അതിനുശേഷം ഒരു അസന്തുലിതാവസ്ഥ പിന്നെ അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ആ പ്രക്രിയയാണ് സന്തുലനം അഥവാ ഇക്വിലിബ്രേഷൻ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ സ്വാംശീകരിക്കപ്പെട്ട സ്കീമ അധിനിവേശിക്കുകയും അതിനുശേഷം അവിടെ ഒരു അസന്തുലിതാവസ്ഥ പ്രകടമാകുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് സന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ സന്തുലനം വഴി വ്യക്തിയിൽ പുതിയ സന്ദർഭങ്ങളുമായി ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നു. അപ്പൊ ഈ സന്തുലനം വഴി വ്യക്തിക്ക് പുതിയ സാഹചര്യം ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നു. അപ്പൊ ആ വ്യക്തിയിൽ എന്തുണ്ടാകുന്നു? അവിടെ വൈജ്ഞാനിക വികാസമാണ് നടക്കുന്നത്. കുട്ടിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ വൈജ്ഞാനിക വികാസമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പരാമർശിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതിന് മറ്റൊരു പേരാണ് ജ്ഞാന നിർമ്മിതിവാദം അല്ലെ, ജനിതക ജ്ഞാന നിർമ്മിതിവാദം. അതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനിതക ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത് ഈ പറയുന്ന കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം തന്നെയാണ്. അപ്പൊ അതിൽ അദ്ദേഹം വൈജ്ഞാനിക വികാസത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. വൈജ്ഞാനിക ഘടനയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളെ കുറിച്ച് പറയുന്നു. അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്കീമ അല്ലെ, രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം, മൂന്നാമതെന്ന് പറയുന്നത് അധിനിവേശം, സംയോജനം അല്ലെങ്കിൽ അക്കോമഡേഷൻ, നാലാമത് മനസ്സിലാക്കിയത് എന്താണ്? സന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർന്നാണ് ഇവിടെ വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്ന അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓരോ ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം അല്ലെങ്കിൽ ലീനിയർ കർവ് സൂചിപ്പിക്കുന്നത് എന്താണ്? അപ്പൊ എന്താണ് ലീനിയർ കർവ് അല്ലെങ്കിൽ പഠനവക്രം എന്ന് പറയുന്നത്? അപ്പൊ പഠനവക്രം എന്ന് പറയുന്നത് അഭ്യാസവും പഠനവും തമ്മിൽ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു രേഖീയ ചിത്രീകരണമാണ്. അപ്പൊ അഭ്യാസവും പഠനവും, അതായത് പ്രാക്ടീസും ലേണിംഗും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന പ്രാക്ടീസും ലേണിംഗും റിലേഷൻ സൂചിപ്പിക്കുന്ന ഒരു രേഖീയ ചിത്രീകരണമാണ് പഠനവക്രം അല്ലെങ്കിൽ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. അതായത് ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു രേഖീയ ചിത്രീകരണമാണ് പഠനവക്രം. അപ്പോൾ ആവർത്തിച്ച് നടത്തുന്ന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന ഒരു പുരോഗതിയെ സൂചിപ്പിക്കുന്ന രേഖീയ ചിത്രീകരണമാണ് പഠനവക്രം അല്ലെങ്കിൽ ലേണിംഗ് കർവ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഈ ഒരു ലേണിംഗ് കർവ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ ലേണിംഗ് കർവിലെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് അക്ഷത്തിൽ സമയമാണ് സൂചിപ്പിക്കുന്നത്. അതായത് പഠനത്തിന്റെ കാലയളവാണ്, യൂണിറ്റ് ഓഫ് ടൈം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി വൈ അക്ഷത്തില് അല്ലെങ്കിൽ വൈ ആക്സിസ് സൂചിപ്പിക്കുന്ന പഠനത്തിന്റെ തോത് അല്ലെങ്കിൽ പഠനത്തിന്റെ അളവാണ്, അതായത് റേറ്റ് ഓഫ് ലേണിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു രേഖീയ ചിത്രങ്ങൾ, ഈ ഒരു ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പഠനത്തെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഠനത്തിന്റെ പുരോഗതി എന്ത് സംഭവിക്കുന്നു? ഇവിടെ തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പൊ ഇത്തരത്തിലുള്ളൊരു കർവിനെ അല്ലെങ്കിൽ ഈ ഒരു വക്രത്തിനെ ഋജുരേഖ വക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഋജുരേഖ വക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ്, ലീനിയർ കർവ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കുള്ള പുരോഗതിയാണ് ഇത്തരത്തിലുള്ള രേഖയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഋജുരേഖ വക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് അല്ലെങ്കിൽ ലീനിയർ കർവ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പഠനത്തിലെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കുള്ള പുരോഗതിയാണ് ഈ രേഖ സൂചിപ്പിക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് ഋജുരേഖ വക്രം അല്ലെങ്കിൽ ലീനിയർ കർവ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റു തരത്തിലുള്ള കർവുകളുണ്ട്. അതായത് പഠനവക്രങ്ങളെ പ്രധാനമായി 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് ഋജുരേഖ വക്രം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് അല്ലെങ്കിൽ ലീനിയർ കർവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇത് പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്ന വക്രത്തെയാണ് ഋജുരേഖ വക്രം അല്ലെങ്കിൽ ലീനിയർ കർവ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത് നോക്കാം, രണ്ടാമത്തെ വക്രം എന്ന് പറയുന്നത് ഉന്മധ്യരേഖ വക്രം. ഉന്മധ്യരേഖ വക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ് എന്നാണ് അറിയുന്നത്. ഉന്മധ്യരേഖ വക്രം അല്ലെങ്കിൽ എന്താണ്? കോൺവെക്സ് കർവ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്ന് അറിയപ്പെടും. എന്താണ് നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് അല്ലെങ്കിൽ എന്താണ്? ഉന്മധ്യ വക്രം അല്ലെങ്കിൽ ഘൃണത്വരണ വക്രം. എന്താണ് നെഗറ്റീവ്ലി ആക്സിലേറ്റഡ്? അപ്പൊ എന്താണ്? ഘൃണത്വരണ പഠന വക്രം എന്നും അറിയപ്പെടുന്ന ഏതാണെന്ന് നമുക്ക് നോക്കാം. അവിടെ പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിൽ എന്നാൽ പുരോഗതി കാണിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്രമേണ അത് മന്ദഗതിയിലാവുകയും ചെയ്യാൻ ആ രേഖയാണ് ഘൃണത്വരണ പഠന വക്രം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്ന് അറിയപ്പെടും, അല്ലെങ്കിൽ ഉന്മധ്യ വക്രം എന്നും അറിയപ്പെടും. അപ്പൊ ഉന്മധ്യ വക്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ പ്രാരംഭഘട്ടത്തില് പഠനം ത്വരിതഗതിയിൽ നടക്കുന്നു, എന്നാൽ ആ പുരോഗതി ക്രമേണ കുറഞ്ഞ് മന്ദഗതിയിലാവുകയാണ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള രേഖയാണ് നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് അല്ലെങ്കിൽ ഘൃണത്വരണ പഠന വക്രം എന്ന് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഉന്മധ്യ രേഖാ വക്രം, ഉന്മധ്യ വക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഈ പറഞ്ഞത്. അത് അവിടെ പഠന പുരോഗതി പ്രാരംഭഘട്ടത്തിൽ വളരെ കൂടുതലായിരിക്കും, എന്നാൽ ക്രമേണ മന്ദഗതിയിലാകുന്നു. അപ്പോൾ അവിടെ നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് ആണെങ്കിൽ ഘൃണത്വരണ വക്രമാണ്. അപ്പൊ ഘൃണത്വരണ പഠന വക്രമാണ്. അതിന്റെ മറ്റൊരു പേരാണ് ഉന്മധ്യ പഠന വക്രം. ഉന്മധ്യ വക്രം എന്ന് അറിയപ്പെടുന്നു അതാണ്. ഇനി നോക്കാം, മൂന്നാമതൊരു വക്രം മനസ്സിലാക്കേണ്ടത് എന്താണ്? നദമധ്യ വക്രം. അപ്പൊ ഉന്മധ്യ വക്രത്തെ നമുക്ക് എന്തൊക്കെ പേരിൽ പറയാം? ഒന്ന് നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവാണ്, അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? നമുക്ക് പറയാം കോൺവെക്സ് കർവ്. നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് അല്ലെങ്കിൽ കോൺവെക്സ് കർവ്, അല്ലെങ്കിൽ എന്താണ്? ഘൃണത്വരണ പഠനവക്രം അല്ലെങ്കിൽ ഉന്മധ്യ പഠനവക്രം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത് മറ്റൊരു തരം പഠനവക്രമാണ് നദമധ്യ പഠനവക്രം. നദമധ്യ വക്രം. എന്താണ് നദമധ്യ വക്രം എന്ന് പറയുന്നത്? അതാണ് കോൺകേവ് കർവ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നദമധ്യ വക്രം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണ്? തുടക്കത്തിൽ പഠന പുരോഗതി മന്ദഗതിയിലായിരിക്കും, എന്നാൽ ക്രമേണ വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വക്രം ആണ് എന്ത്? നദമധ്യ വക്രം എന്ന് അറിയപ്പെടുന്നത്. നദമധ്യ വക്രം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് ആണ്, അല്ലെങ്കിൽ എന്താണ്? അത് കോൺകേവ് കർവ് എന്ന് അറിയപ്പെടുന്നത്. കോൺകേവ് കർവ്, പോസിറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്നും നദമധ്യ വക്രം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് അവിടെ പഠനവക്രം എന്ന് പറയുന്നത് പഠനം പുരോഗമിക്കുക തുടക്കത്തിൽ മന്ദഗതിയിലായിരിക്കും, എന്നാൽ പിന്നീട് ക്രമേണ അത് വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള വക്രമാണെന്ത്? നദമധ്യ വക്രം അല്ലെങ്കിൽ പോസിറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കോൺകേവ് കർവ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു വക്രമാണ് എന്താണ്? സമ്മിശ്ര വക്രം അല്ലെങ്കിൽ മിക്സഡ് കർവ് അല്ലെങ്കിൽ എസ് ഷേപ്ഡ് കർവ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. എന്താണ്? സമ്മിശ്ര വക്രം, മിക്സഡ് കർവ് അല്ലെങ്കിൽ എക്സ് ഷേപ്ഡ് കർവ് എന്നുള്ളതാണ് പ്രധാനം മനസ്സിലാക്കേണ്ട നാലാമത്തെ വക്രം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടർന്ന് പെട്ടെന്ന് പുരോഗമിച്ച് പിന്നീട് മന്ദഗതിയിലാകും. അപ്പോൾ സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങുന്നു, പിന്നെ പുരോഗമിക്കുന്നു, എന്നാൽ പെട്ടെന്ന് പിന്നീട് വീണ്ടും മന്ദഗതിയിലാകുന്നു. ഇത്തരത്തിലൊരു പഠനവക്രം എന്ന് പറയുന്നത് എസ് ആകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന പഠന വക്രത്തെയാണ് നമ്മൾ സമ്മിശ്ര വക്രം അല്ലെങ്കിൽ എസ് ഷേപ്ഡ് വക്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. എസ് ഷേപ്ഡ് വക്രം അല്ലെങ്കിൽ സമ്മിശ്ര വക്രം എന്ന് പറയുന്നത് എവിടെയാണ്? അവിടെ പഠന പുരോഗതി ആദ്യം മന്ദഗതിയിലായിരിക്കും, എന്നാൽ പിന്നീട് പുരോഗമിക്കുക, എന്നാൽ പിന്നീട് വീണ്ടും മന്ദഗതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വക്രത്തിന് എന്ത് വിളിക്കുന്നു? എസ് ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ മിക്സഡ് ഷേപ്ഡ് കർവ് എന്ന് അല്ലെങ്കിൽ സമ്മിശ്ര വക്രം എന്ന് അറിയപ്പെടും. അപ്പൊ ഇത്രയും പഠനവക്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പഠനവക്രം എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രധാനപ്പെട്ട 4 പഠനവക്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ആദ്യം മനസ്സിലാക്കി എന്താണ്? ഋജുരേഖ വക്രം, അതായത് ലീനിയർ ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്നറിയപ്പെടുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കി പഠന പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത മനസ്സിലാക്കേണ്ടതാണ്, അടുത്ത മനസ്സിലാക്കിയത് ഘൃണത്വരണ പഠനവക്രം അല്ലെങ്കിൽ നെഗറ്റീവ്ലി
ആക്സലേറ്റഡ് ലേണിംഗ് കർവ് അല്ലെങ്കിൽ എന്താണ് ഉന്മത്യ പഠനവക്രം, ഉന്മത്യ പഠനവക്രം അല്ലെങ്കിൽ എന്താ മനസ്സിലാക്കി കോൺവെക്സ് കർവ് എന്ന് മനസ്സിലാക്കി. അവിടെ എന്താണ് നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ് എന്നാൽ തുടക്കത്തിൽ പഠനം വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും പിന്നീട് മന്ദഗതിയിലായിത്തീരുകയും ചെയ്യും. അതിനാണ് ഉന്മത്യ വക്രം അല്ലെങ്കിൽ കോൺവെക്സ് കർവ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവ്, ത്വരണ പഠന വക്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. മൂന്നാമത് മനസ്സിലാക്കിയതാണ് നതമധ്യ വക്രം. നതമധ്യ വക്രം എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവാണ് അല്ലെങ്കിൽ എന്താണ് കോൺകേവ് കർവ് എന്നറിയപ്പെടുന്നു. അവിടെ എന്താണ് പഠന പുരോഗതി മന്ദഗതിയിലായിരിക്കും പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതാണ് നതമധ്യവക്രം എന്നറിയപ്പെടുന്നത്. ഇനി പഠിച്ചത് പഠനം തുടക്കത്തിൽ മന്ദഗതിയിൽ പിന്നെ പുരോഗതിക്കപ്പെടുന്നു പിന്നെ മന്ദഗതിയിലേക്ക് പോകുന്നു. അപ്പോൾ എസ് ഷേപ്ഡ് കർവ് ലഭിക്കുന്നു. അതാണ് സമ്മിശ്ര വക്രം അല്ലെങ്കിൽ മിക്സഡ് കർവ് എന്നൊക്കെ അറിയപ്പെടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠന വക്രവുമായി തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ്? എന്താണ് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ്? ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ്? ഉത്തരം മനോവിശ്ലേഷണ സമീപം. അപ്പൊ നമ്മൾ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത അതായത് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, പിന്നെ വ്യക്തിത്വ ഘടന സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, അതുപോലെ മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജസ്, ഇത് മൂന്നും ബന്ധപ്പെട്ട മനഃശാസ്ത്ര സമീപനം ഏതാണെന്ന് ചോദിച്ചാൽ സൈക്കോ അനാലിസിസ് അപ്രോച്ച് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനമാണ്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. അടുത്ത് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ പ്രക്ഷേപണ രീതി ഏത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ പ്രക്ഷേപണ രീതി ഏതെന്നാണ് ചോദ്യം. വാക്യപൂരണ പരീക്ഷ, സോഷ്യോഗ്രാം, ചെക്ക് ലിസ്റ്റ്, ചോദ്യാവലി. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൊജക്റ്റീവ് മെത്തേഡ്? സെന്റൻസ് കംപ്ലീഷൻ മെത്തേഡ്, സോഷ്യോഗ്രാം, ചെക്ക് ലിസ്റ്റ് ആൻഡ് ക്വസ്റ്റ്യനെയർ. ഇവിടുത്തെ ഉത്തരം ഏതാണ്? വാക്യപൂരണ പരീക്ഷയിൽ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആണ് തന്നിരിക്കുന്നതിലെ പ്രക്ഷേപണ രീതി. നമ്മൾ പ്രക്ഷേപണ രീതിയെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അശ്രദ്ധമായിരിക്കുന്നു, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല, സംസാരിക്കുന്ന ആൾക്കാരുടെ ചുണ്ടിന്റെ ചലനം നിരീക്ഷിക്കുന്നു. Which of the following are the characteristics of a hearing impaired child? Sit without attention, do not respond to questions of others, observe the lip movement of people. അപ്പൊ ആൻസർ എന്താണ്? ഉത്തരം സി ആണ്, ഓപ്ഷൻ സി ആണ്. അതായത് ചുവടെ നൽകിയിരിക്കുന്നതിൽ കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷത എന്തൊക്കെയാണ്? അശ്രദ്ധമായിരിക്കുന്നു, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല, സംസാരിക്കുന്ന ആൾക്കാരുടെ ചുണ്ടിന്റെ ചലനം നിരീക്ഷിക്കുന്നു. അപ്പൊ എന്താണ്? സിറ്റ് വിതൗട്ട് അറ്റൻഷൻ. ഹിയറിംഗ് എംപയർഡ് ആയിട്ടുള്ള ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഒന്ന് സിറ്റ് വിതൗട്ട് അറ്റൻഷൻ, do not respond to questions of others, observe the lip movement of people. അടുത്ത ചോദ്യം നോക്കാം. പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമവും ബന്ധപ്പെട്ടിരിക്കുന്നു? By repeating the process, the relation between stimulus and response strengthens. Which law is related to this? By repeating the process, a relation between stimulus and response strengthens. Which law is related to this? Answer, and it is related to അഭ്യാസ നിയമം അല്ലെങ്കിൽ എന്താണ്? ലോ ഓഫ് എക്സസൈസ്. അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ് നോക്കാം. അത് മനസ്സിലാക്കേണ്ടത് ശ്രമപരാജയ പഠനങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ ആര് ബന്ധപ്പെട്ടതാണ്? തോണ്ടേക്കുമായി ബന്ധപ്പെട്ട ശ്രമപരാജയ പഠനങ്ങളിൽ തോണ്ടേക്ക് ആവിഷ്കരിച്ച 3 പഠന നിയമങ്ങളാണ് സന്നദ്ധ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ്, ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇഫക്റ്റ്, അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ്. അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ 3 നിയമങ്ങൾ ആര് ബന്ധപ്പെട്ടതാണ്? ട്രയൽ ആൻഡ് ഇറർ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് ഇറർ ലേണിംഗുമായി ബന്ധപ്പെട്ട തോണ്ടേക്ക് അല്ലെങ്കിൽ എന്താണ് പരാജയ പഠനങ്ങളിൽ നിന്നും തോണ്ടേക്ക് ആവിഷ്കരിച്ച 3 പഠന നിയമങ്ങളാണ് മേൽപ്പറഞ്ഞ ഏതൊക്കെയാണ്? സന്നദ്ധ നിയമം, ലോ ഓഫ് റെഡിനെസ്, ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്, അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ്. അപ്പൊ എന്താണ് സന്നദ്ധ നിയമം, ലോ ഓഫ് റെഡിനെസ്? അതായത് ഒരു പഠിതാവ് പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധനായിരിക്കും. ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അയാൾക്ക് അത് ചെയ്യുമ്പോൾ സംതൃപ്തി ഉണ്ടാകും. അപ്പോൾ പഠിതാവ് പ്രവർത്തനത്തിന് സന്നദ്ധനാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ പ്രവർത്തനം ചെയ്യുന്നതിലൂടെ സംതൃപ്തി ഉണ്ടാകും. മറിച്ച് അവൻ സന്നദ്ധനല്ലെങ്കിൽ അവൻ മികച്ച രീതിയിൽ പഠനം നടക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രേരക പ്രതികരണ ബന്ധം പ്രവർത്തന സന്നദ്ധമായിരിക്കണം. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം എപ്പോഴും പ്രവർത്തന സന്നദ്ധമായിരിക്കാൻ മാത്രമേ അവിടെ പഠനം മികച്ച രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ പഠിതാവിന്റെ മാനസിക
വിന്യാസം അല്ലെങ്കിൽ അത് അനുകൂലമായിരിക്കണം, എന്നാൽ മാത്രമേ പഠിതാവിൽ പഠനം നടക്കുകയുള്ളൂ. അപ്പൊ അതാണ് സന്നദ്ധാ നിയമം, ലോ ഓഫ് റെഡിനെസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ലോ ഓഫ് റെഡിനെസ് അല്ലെങ്കിൽ സന്നദ്ധാ നിയമം എന്ന് പറഞ്ഞ ഉടനെ പഠിതാവിൽ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ആ മനസ്സ് സന്നദ്ധമായിരിക്കും. പഠിതാവ് പഠിക്കാൻ സന്നദ്ധനായതിനാൽ മാത്രമേ ആ പഠിതാവിൽ എന്താണ് പഠനം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ പഠിതാവിൽ ഒരു സംതൃപ്തി ഉണ്ടാകുകയുള്ളൂ. മറിച്ച് പഠിതാവ് സന്നദ്ധനല്ലെങ്കിൽ പഠിതാവിന് എന്താണ് പഠനം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ മികച്ച രീതിയിൽ അത് കൊണ്ട് മനസ്സിലാക്കി പോകാൻ സാധിക്കുകയില്ല. അപ്പൊ എപ്പോഴും ഒരു പ്രേരക പ്രതികരണ ബന്ധം പ്രവർത്തന സന്നദ്ധമായിരിക്കണം. സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമേ പഠനം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ മാത്രമേ ആ ഒരു പഠിതാവിന് സംതൃപ്തി ഉണ്ടാകും. അതാണ് സന്നദ്ധാ നിയമം, ലോ ഓഫ് റെഡിനെസ് എന്നുകൂടെ മനസ്സിലാക്കുക. അടുത്ത ഫല നിയമങ്ങൾ, ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ചോദക പ്രതിനിധികളും തമ്മിൽ പരിവർത്തനക്ഷമമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിന്റെ ബലം വർദ്ധിക്കും. അപ്പൊ ചോദക പ്രതികരണ ബന്ധം തമ്മിൽ നമ്മൾ പറഞ്ഞു പ്രവർത്തന സന്നദ്ധമായിരിക്കണം അല്ലെ. അങ്ങനെ പ്രവർത്തന സന്നദ്ധമായിരിക്കും പ്രവർത്തനക്ഷമമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു, എങ്കിൽ മാത്രമേ അവിടെ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, എങ്കിൽ മാത്രമേ അവിടെ നല്ലൊരു ബന്ധം അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ ബലം വർദ്ധിക്കുകയും അവിടെ മികച്ച രീതിയിൽ പഠനം നടക്കുകയും ചെയ്യും. അപ്പൊ പഠനം നടക്കണമെങ്കിൽ ചോദക പ്രതികരണം തമ്മിൽ പ്രവർത്തനക്ഷമമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് സംതൃപ്തി ഉണ്ടാക്കുന്നതായിരിക്കും, സാഹചര്യം ഉണ്ടാക്കുന്നതായി ബന്ധമായിരിക്കണം. അതോടെ മാത്രമല്ല ആ ബന്ധത്തിന്റെ ബലം അത്തരത്തിലാണ് വർദ്ധിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ബന്ധത്തിന്റെ ബലം വർദ്ധിക്കുമ്പോൾ പഠനം സംതൃപ്ത ആയിത്തീരുകയും അല്ലെങ്കിൽ പഠനം മികച്ച രീതിയിൽ പഠിതാവിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് അവിടെ ലോ ഓഫ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഫല നിയമത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അടുത്ത അഭ്യാസ നിയമം എന്ന് പറയുന്ന പേരിൽ നിന്ന് മനസ്സിലാക്കാൻ ലോ ഓഫ് എക്സസൈസ്. അതായത് പഠനത്തിൽ പരിശീലനത്തിലെ പ്രാധാന്യം അല്ലെങ്കിൽ അഭ്യാസം, പ്രാക്ടീസിന്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അഭ്യാസം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിയിൽ നൈപുണ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ, മറിച്ച് ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ നൈപുണ്യങ്ങൾ ക്ഷയിക്കുകയും അല്ലെങ്കിൽ അത് പൂർണ്ണമായ രീതിയിൽ വികസിച്ച് വരികയില്ലെന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ അഭ്യാസം ലോ ഓഫ് എക്സസൈസിൽ എന്താണ് പറയുന്നത്, ഒരു പഠിതാവിൽ പഠനം നടക്കുന്നെങ്കിൽ ആ പഠനത്തിൽ അഭ്യാസം അല്ലെങ്കിൽ പരിശീലനത്തിന്റെ സ്ഥാനത്തെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതായത് അഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നിപുണതകൾ അല്ലെങ്കിൽ നൈപുണ്യങ്ങൾ വികസിക്കുകയുള്ളൂ എന്ന് ഇവിടെ മനസ്സിലാക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പ്രധാനമാണെങ്കിൽ തോണ്ടേക്കിന്റെ ശ്രമപരാജയ സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ട് അതിലൂടെ ആവിഷ്കരിക്കപ്പെട്ട അദ്ദേഹത്തിന് 3 പഠന നിയമങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് സന്നദ്ധാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു. ഇത് ഏതോ നിയമം ബന്ധം ദൃഢമാകുന്നു, ചോദകവും പ്രതികരണവും ബന്ധം ദൃഢമാകുന്നത് ഏത് നിയമം ബന്ധപ്പെട്ടതാണ്? നമ്മൾ പറഞ്ഞു ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇഫക്റ്റ്. അപ്പൊ അത് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ കേറ്റഡ് LP